എല്ലാ പ്രിയപ്പെട്ടവർക്കും പുസ്തക പരിചയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ സുരേന്ദ്രൻ പുത്തഞ്ചേരി. ജോർജ് സ്റ്റീഫൻസണിൻ്റെ ട്രഷർ ഐലൻഡ് എന്ന നോവലിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. സിൽവറുടെ കുതന്ത്രം. കാട്ടിലൂടെ ഒരുപാട് സമയം ലക്ഷ്യമില്ലാതെ ഞാൻ ചുറ്റിക്കറങ്ങി. ഒടുവിൽ നിബിഡമായ വനത്തിൽ ഞാൻ അകപ്പെട്ടു. കപ്പലിൻ്റെ സുരക്ഷിതത്വം വിട്ട് ദ്വീപിൽ ചുറ്റിക്കറങ്ങിയതിൽ ഞാൻ വല്ലാതെ ദുഃഖിച്ചു. വലിയ ഒരു മരത്തിനടുത്തെത്തിയപ്പോൾ അടുത്തെവിടെയോ ഒരു മനുഷ്യ ശബ്ദം ഞാൻ കേട്ടു. അതിലൊന്ന് സിൽവറിൻ്റേതായിരുന്നു, മറ്റേത് ടോമിൻ്റേതും. തൻ്റെ പദ്ധതി അയാൾ മറ്റേ ആൾക്ക് വിവരിച്ചു കൊടുക്കുകയായിരുന്നു. ടോം, നീ ഞാൻ പറയുന്നത് കേൾക്ക്. എല്ലാം നാം ആസൂത്രണം ചെയ്ത പോലെ നടന്നു. ഇനി നീ എനിക്ക് വാക്കു തന്നാൽ മാത്രം മതി. മറ്റുള്ളവരെല്ലാം രക്തദാഹികളാണ്. നീ എൻ്റെ ചങ്ങാതിയായതിനാൽ നിന്നെ ഞാൻ വശത്താക്കാൻ ഒരു അവസരം കൂടി എനിക്ക് തരാൻ ഞാൻ അവരോട് പറഞ്ഞിരിക്കുകയാണ്. അവരോടൊപ്പം ചേർന്നില്ലെങ്കിൽ അവർ നിന്നെ കൊല്ലും. നിനക്ക് മറ്റൊന്നും തിരഞ്ഞെടുക്കാൻ കഴിയില്ല. സിൽവർ, നിങ്ങൾക്കെങ്ങനെ ഇതിന് കഴിയുന്നു? ടോം അത്ഭുതപ്പെട്ടു. അവിടെ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. അയാളുടെ പദ്ധതിക്കെതിരായവരെ മുഴുവൻ അയാൾ കത്തിക്കിരയാക്കി. എൻ്റെ ദൈവമേ, എന്നെ രക്ഷിക്കണേ. എൻ്റെ പാപം അമ്മ ഞാൻ തിരിച്ചു വരുന്നതും കാത്തിരിക്കുന്നുണ്ട്. ഇത്തരം കഠിനമായ അവസ്ഥകൾ എങ്ങനെ നേരിടുന്നുവെന്ന് ചിന്തിക്കാൻ കഴിയാതെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്നോടി. എത്ര ദൂരം ഓടിക്കഴിഞ്ഞെന്ന് എനിക്ക് തന്നെ അറിയാൻ കഴിഞ്ഞില്ല. ദ്വീപിലുള്ള ഒരു പർവ്വതത്തിൻ്റെ ഏതാണ്ട് അടിവാരം വരെ ഞാൻ എത്തിച്ചേർന്നിരുന്നു. ചുറ്റും നോക്കിയപ്പോൾ കുറ്റിക്കാടുകൾക്കിടയിൽ നിന്ന് നരച്ച താടിയുള്ള ഒരു വൃദ്ധൻ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളായിരുന്നു അയാളുടേത്. ഈ ദ്വീപിൽ ഒരു മനുഷ്യനെ കാണുക വളരെ വിചിത്രമായിരിക്കുന്നല്ലോ, ഞാൻ ചിന്തിച്ചു. ഈ ദ്വീപിൽ ആളുകൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടെങ്കിൽ ഫ്ലിൻറ്റിൻ്റെ നിധി കണ്ടെടുക്കപ്പെടാതെ കിടപ്പുണ്ടാകുമോ? അതിനെപ്പറ്റി ഓർത്തപ്പോൾ എൻ്റെ ഹൃദയം തകർന്നുപോയി. എങ്കിലും ഞാൻ ആ അപരിചിതനെ സ്വാഗതം ചെയ്തു. താങ്കൾ ആരാണ്? ഞാൻ ചോദിച്ചു. 3 വർഷങ്ങൾക്ക് മുമ്പ് ദ്വീപിൽ അകപ്പെട്ടയാളാണ് ഞാനെന്ന് അയാൾ എന്നോട് പറഞ്ഞു. ബെൻഗൻ എന്നാണത്രേ അയാളുടെ പേർ. ഞാനും എന്നെ പരിചയപ്പെടുത്തി. കടൽ കൊള്ളക്കാരെ പറ്റി ഞാൻ അയാളോട് പറഞ്ഞു. ക്യാപ്റ്റൻ അഡ്മിറൽ ബെൻബോ എന്ന സത്രത്തിലേക്ക് വരുന്നത് മുതലുള്ള കാര്യങ്ങൾ ഞാൻ വിവരിച്ചു. ബില്ലി ബോൺസ് എന്നാണോ അയാളുടെ പേര്? ബെൻ ചോദിച്ചു. അയാളായിരുന്നോ കൂട്ടാളി? ലോഗ് സിൽവർ ജോൺ ആകട്ടെ കാർട്ടർ മാസ്റ്ററും. ക്യാപ്റ്റൻ്റെ ഫ്ലിൻറ്റിൻ്റെ നേതൃത്വത്തിൽ അന്ന് ഞങ്ങൾ എത്ര നല്ല നാവിക സംഘമായിരുന്നുവെന്നറിയാമോ? ക്യാപ്റ്റൻ ഫ്ലിൻറ്റ്? നിങ്ങൾക്കെങ്ങനെ ക്യാപ്റ്റൻ ഫ്ലിൻറ്റിനെ അറിയാം? ഞാൻ ചോദിച്ചു. എൻ്റെ കുട്ടി, സമാധാനപ്പെടൂ. എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്. കാരണം നീ സത്യം പറഞ്ഞു. നിനക്കറിയാവുന്നതെല്ലാം ഞാനും അതുപോലെ നിന്നോട് വിശ്വസ്തത കാണിക്കും, ബെൻഗൻ പറഞ്ഞു. ആരും കേൾക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ ബെൻ ചുറ്റും നോക്കി. തുടർന്ന് അയാൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു തുടങ്ങി. ഫ്ലിൻറ്റിൻ്റെ കപ്പലിലെ ഒരു നാവികനായിരുന്നു ഞാൻ. അയാളുടെ നിധി ഒളിപ്പിക്കാൻ ഞങ്ങൾ ഈ ദ്വീപിൽ വന്നു. ഞങ്ങൾ കപ്പലിൽ കാത്തിരിക്കുമ്പോൾ ഫ്ലിൻറ്റ് നിധി ഒളിപ്പിക്കാനായി അയാളുടെ സഹായികളുമായി ഈ ദ്വീപിലേക്ക് പോയി. ഒരാഴ്ചയ്ക്ക് ശേഷം ഫ്ലിൻറ്റ് തനിയെയാണ് മടങ്ങിയത്. ആ 6 പേർക്ക് എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും അറിയില്ല. 3 വർഷങ്ങൾക്ക് ശേഷം ഞാൻ മറ്റൊരു കപ്പലിൽ ഈ ദ്വീപിനടുത്തുകൂടി കടന്നുപോയി. ക്യാപ്റ്റനോട് ഞാൻ നിധിയെപ്പറ്റി പറഞ്ഞു. ഞാൻ കള്ളം പറയുകയാണെന്നാണ് ക്യാപ്റ്റൻ കരുതിയത്. എങ്കിലും ഞങ്ങൾ ഫ്ലിൻറ്റിൻ്റെ നിധി തേടി ദ്വീപിലേക്ക് തന്നെ വന്നു. പക്ഷേ ഞങ്ങൾക്കത് കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കള്ളം പറഞ്ഞതാണെന്ന് 12-ാം ദിവസം ക്യാപ്റ്റനും മറ്റു നാവികരും തീർച്ചയാക്കി. അതുകൊണ്ടാണവർ എനിക്കൊരു തോക്കും പിക്കാക്സും ഒരു മൺവെട്ടിയും തന്നിട്ട് അവിടെ നിന്ന് തന്നെ താമസിച്ച് നിധി കണ്ടെത്താൻ അവരാവശ്യപ്പെട്ടത്. എന്നെ കൂടെ കൊണ്ടുപോകാൻ ഞാൻ അവരോട് കെഞ്ചി. പക്ഷേ അവർ എന്നെ കൊണ്ടുപോയില്ല. അവർ പോയതോടെ ഞാൻ ഈ ദ്വീപിൽ ഏകനായി കുടുങ്ങി. എനിക്കിത്തിരി നല്ല ഭക്ഷണം പോലും കിട്ടിയില്ല. 3 വർഷം ഒറ്റപ്പെട്ടവനായി ഈ ദ്വീപിൽ കഴിഞ്ഞുവെന്ന് വിശ്വസിക്കാൻ എനിക്കിപ്പോഴും കഴിയുന്നില്ല. ഞാൻ അയാളുടെ ചുമലിൽ കൈവച്ചു. ബെൻ നിറകണ്ണുകളോടെയാണ് എന്നെ നോക്കിയത്. ഗദ്ഗതം മൂലം വാക്കുകൾ തൊണ്ടയിൽ തടഞ്ഞതുകൊണ്ട് ബെൻ കൈകളാൽ മുഖം മറച്ചു. അയാൾ കരയുകയായിരുന്നു. എനിക്ക് അയാളോട് സഹതാപം തോന്നി. പ്രിയപ്പെട്ടവരെ, ഈ നോവലിൻ്റെ അനുബന്ധ ഭാഗം നമുക്ക് നാളെ ശ്രവിക്കാം. എല്ലാവർക്കും നന്ദി.